ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. ഇന്നലെ മുതൽ ചിലർ അന്വേഷിച്ച് നടക്കുന്ന വാക്കുകളാണ് MK അൾട്ര, ഹവാന സിൻഡ്രോം, V2S തുടങ്ങിയ വാക്കുകൾ. അതിന് കാരണം മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നതാണ്. റീന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അനുഭവങ്ങളാണ് ആ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. മലയാളത്തിലെ പ്രമുഖമായ പല ചാനലുകളിലും അവർ ചെന്നുവെങ്കിലും അവർ പറയുന്നത് ഭ്രാന്താണ് എന്ന് മുദ്രകുത്തി ആ ചാനലുകൾ അവരെ തള്ളിക്കളയുകയായിരുന്നു. അങ്ങനെയാണ് മറുനാടൻ മലയാളി ഇതിൽ ഇടപെടുന്നത്. അതിനും ഒരു കാരണമുണ്ട്. അവർ പറയുന്ന വിഷയങ്ങൾ അത്രത്തോളം അവിശ്വസനീയമാണ്. ഈ പറഞ്ഞ ഹവാന സിൻഡ്രോം, MK അൾട്ര തുടങ്ങിയ വിഷയങ്ങൾ മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. വീഡിയോ ചെയ്തത് ബേപ്പു സുൽത്താനാണ് എന്നതുകൊണ്ട് തന്നെ അതെല്ലാവർക്കും കോൺസ്പിറസി തിയറി ആയിരിക്കുമല്ലോ. ഈ റീന എന്ന് പറയുന്ന സ്ത്രീ പറയുന്നു അവരുടെ ജീവിതത്തിൽ ഇത് ഗൂഢാലോചന സിദ്ധാന്തമല്ല, അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച വിഷയങ്ങളാണ് എന്ന്. ആരൊക്കെയോ അവരെ പിന്തുടരുന്നു, ആരൊക്കെയോ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ഇതങ്ങനെ ചുമ്മാ അവർ പറയുന്നതല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ സംസാരിക്കുന്നത്. സ്വാഭാവികമായും ഇങ്ങനൊരു അനുഭവം പറയുന്നവർ നമ്മൾ സ്കിസോഫ്രീനിയ ബാധിച്ചവർ അല്ലെങ്കിൽ ചിത്തഭ്രമം ബാധിച്ചവർ എന്ന് പറഞ്ഞ് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താറാണ് പതിവ്. സ്കിസോഫ്രീനിയയുടെ ലക്ഷണങ്ങളായി നമ്മൾ കണക്കാക്കുന്ന വിഷയങ്ങളാണ് ആരൊക്കെയോ നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ആരൊക്കെയോ നമുക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്ന ചിന്തകൾ. പക്ഷേ ഇവിടെ റീന എന്ന സ്ത്രീ ഉറപ്പിച്ചു പറയുന്നു അതൊന്നും വെറും ചിന്തകൾ മാത്രമല്ല, അവർ നേരിട്ട് അനുഭവിച്ച വിഷയങ്ങളാണ്, നേരിട്ട് കണ്ട കാര്യങ്ങളാണ് എന്ന്. അതുകൊണ്ട് തന്നെ റീന ഉറപ്പിച്ചു പറയുന്നു ആരൊക്കെയോ തന്നെ ഒരു മാനസിക രോഗിയാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1953 CIA പ്രൊജക്ട് MK അൾട്ര നിലവിൽ കൊണ്ടുവരുന്നത്. 20 വർഷത്തോളം അത് നീണ്ടു നിന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു പ്രൊജക്റ്റിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിനെ മനസ്സിലാക്കുക, മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഗതി തിരിച്ചറിയാൻ സാധിക്കുക. ചില പ്രത്യേക മരുന്നുകൾ നൽകിയാണ് അവരിത് ചെയ്യുന്നത്. അതൊരു പരീക്ഷണമായിരുന്നു. CAയുടെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് MK അൾട്ര എന്ന് പറയുന്ന പ്രോജക്റ്റ് നിലവിൽ വരുന്നത്. 1951 പ്രൊജക്ട് ബ്ലൂബേർഡ് എന്ന് പറയുന്ന ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു. അതിലൂടെ അവരുദ്ദേശിച്ചത് കുറ്റവാളികളെ ചോദ്യം ചെയ്യാനുള്ള വ്യത്യസ്തമായ രീതികൾ കണ്ടെത്തുക എന്നതായിരുന്നു. ശേഷം പ്രൊജക്ട് ബ്ലൂബേർഡ് പ്രോജക്റ്റ് ആർട്ടികോക്ക് എന്ന പേരിൽ അറിയപ്പെട്ടു. അതിൽ കുറ്റവാളികളുടെ മാനസിക നില മനസ്സിലാക്കാനും നിയന്ത്രിക്കാനുമുള്ള ശ്രമങ്ങൾ തുടങ്ങി. അതിലൂടെ കുറ്റവാളികളെ മറ്റു കുറ്റകൃത്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനും ശ്രമങ്ങൾ നടന്നിരുന്നു. ഒരാളുടെ മനസ്സിനെ ചില മരുന്നുകളിലൂടെ നിയന്ത്രിക്കാമെന്ന് അവർ കണ്ടെത്തിയതായും ചില ശ്രമങ്ങളിലൂടെ തെളിയിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ചില പ്രത്യേക ഡ്രഗുകളിലൂടെ മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കാനും അതുവഴി ഒരാളിലേക്ക് ചില പ്രത്യേക ദൗത്യങ്ങൾ ഇഞ്ചക്ട് ചെയ്യുവാനും സാധിക്കുമെന്നും പ്രൊജക്ട് ആർട്ടികോക്ക് തെളിയിച്ചിരുന്നു എന്നതിൻ്റെ ഡോക്യുമെന്റുകളും ഇന്ന് ലഭ്യമാണ്. ഇതിനൊക്കെ ശേഷം 1953 CIA പ്രൊജക്ട് MK അൾട്ര എന്ന പദ്ധതി കൊണ്ടുവരുന്നത്. പക്ഷേ ചിലരുടെ അഭിപ്രായത്തിൽ 1940കളിൽ തന്നെ നാസി ക്യാമ്പുകളിൽ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചതായി പറയപ്പെടുന്നു. അതിൻ്റെ കൃത്യമായ രീതി വിശദീകരിക്കുക എന്നത് ഒരൽപ്പം ബുദ്ധിമുട്ടാണ്. എന്നാലും പൊതുവെ പറയപ്പെടുന്ന ഒരു വിഷയം, ചില പ്രത്യേക മരുന്നുകളിലൂടെ, ചില രഹസ്യ മരുന്നുകളിലൂടെ നമ്മുടെ മനസ്സിൻ്റെ ഫ്രീക്വൻസിയെ ലോ മോഡിലാക്കിയതിന് ശേഷം ഒരു രഹസ്യ ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന രീതി. ഇതൊക്കെ സംഭവ്യമാണോ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. ഓസ്ട്രേലിയയിൽ ജീവിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന റീന അവിടുത്തെ ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്തിരുന്നു എന്നും പറയപ്പെടുന്നു. ആ കാലം മുതലേ ഒരു കൂട്ടം ആളുകൾ നിരന്തരമായി അവരെ പിന്തുടർന്നിരുന്നു. ഗാങ് സ്റ്റാക്കിംഗ് എന്ന വാക്കാണ് റീന ഉപയോഗിക്കുന്നത്. അതിനർത്ഥം ഒരു കൂട്ടം ആളുകൾ നിരന്തരമായി അവരെ പിന്തുടർന്നിരുന്നു എന്ന്. അതുമാത്രമല്ല, ചില വാഹനങ്ങൾ ഉപയോഗിച്ച് അവരെ അപകടപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ചില പ്രത്യേക റേഡിയേഷനുകൾ ഉപയോഗിച്ച് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനും ശ്രമിച്ചിരുന്നു എന്ന്. എന്തൊക്കെ മണ്ടത്തരമാണ് ഇവർ ഈ പറയുന്നത്. ഇതൊക്കെ സിനിമയിൽ മാത്രമല്ല നടക്കൂ, അല്ലാതെ നമ്മുടെ ലോകത്തിൽ ഇതൊക്കെ നടക്കുമോ എന്ന് തുടങ്ങുന്ന ഒരുപാട് കമൻറ്റുകൾ ആ വീഡിയോയുടെ താഴെ നമുക്ക് കാണാൻ കഴിയും. റീന പറയുന്നു അവർ മാത്രമല്ല അവർക്ക് പരിചയമുള്ള ഒരുപാട് പേർ ഇതേ അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന്. റീന, നിങ്ങൾ പറയുന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ അനുഭവിക്കുന്ന വിഷയങ്ങൾ മറ്റൊരുപാട് പേരും അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ അനുഭവിച്ച പലരും അവരുടെ അനുഭവങ്ങൾ എന്നോടും പങ്കുവച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്നതുകൊണ്ട് തന്നെ പലരും അവരുടെ അനുഭവങ്ങൾ എന്നോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതിന് കാരണം ഞാനത് ഗൗരവത്തോടു കൂടി എടുക്കും എന്നതുകൊണ്ടായിരിക്കും. കാരണം സമൂഹത്തിലേക്ക് ഇത്തരത്തിലുള്ളൊരു വിഷയം പറഞ്ഞാൽ നമ്മളെ ഭ്രാന്തന്മാരായി പച്ചകുത്തുമല്ലോ.
ഹവാന സിൻഡ്രോം എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തതിന് ശേഷം ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരു വ്യക്തി കൃത്യമായ തെളിവുകളോടുകൂടി എന്നെ സമീപിച്ചിരുന്നു. അദ്ദേഹം പറയുന്നു, ഈ കാര്യങ്ങൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തുറന്നു പറയുക എന്നത് അവർക്ക് ഭയമുള്ള വിഷയമാണ്. ഇത് അനുഭവിക്കുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ നിരീക്ഷിക്കുന്നവർക്ക് അവരെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന തിരിച്ചറിവും അവർക്കുണ്ട്. ഞാനൊരു തമാശ പറയുകയാണ് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല. ഇത്തരത്തിൽ ഒരുപാട് അനുഭവസ്ഥർ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ഭയന്ന് ജീവിക്കുന്നവർ നമ്മുടെ കേരളത്തിലുമുണ്ട്. കൈവിഷത്തിലൂടെ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കില്ല. കാരണം അതിനെയെല്ലാം അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഇതിനെ ശാസ്ത്രീയമായി വിശദീകരിച്ചാലോ? വിശ്വസിച്ചു പോകും, അല്ലേ? ഞാൻ പറയുന്ന കൈവിഷം കഥകളിൽ നമ്മൾ കേട്ട കൈവിഷമല്ല. നമ്മുടെ മനസ്സിൻ്റെ ഫ്രീക്വൻസിയെ ലോ മോഡിലാക്കാൻ സാധിക്കുന്ന ചില മരുന്നുകളുണ്ട്. ലഹരി മരുന്നുകളെ പോലെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഫ്രീക്വൻസി ചില രഹസ്യ മരുന്നുകൾ ഉപയോഗിച്ച് ലോ മോഡിലാക്കിയാൽ അതിനെ ഒരു പ്രത്യേക ഉപകരണം ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് അവർ പറയുന്നു. ബീസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഉപകരണം ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. അതുവഴി നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മുടെ ചിന്തകളെയും അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചു തുടങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കാമെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിന് ആ രഹസ്യമരുന്ന് നമ്മളിലേക്ക് എത്തട്ടെ. നമ്മളറിയാതെ എങ്ങനെയാണ് അത് നമ്മളിലേക്ക് എത്തുന്നത് എന്ന്. ഞാൻ ചെറിയൊരു സാഹചര്യം പറയാം. നമ്മളിൽ ഒരു വലിയ ശതമാനവും ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നവരാണ്. ഒരു കൊട്ടയുമായി ചുറ്റി നടന്ന ഓരോ സാധനങ്ങൾ നമ്മൾ പെറുക്കിയെടുത്ത് ബില്ലാക്കുന്നു. ആ യാത്രക്കിടയിൽ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ നിറച്ച ട്രോളി പലയിടങ്ങളിലും അനാഥമായി കിടക്കാറുണ്ട്. നമ്മൾ എടുത്തു വെച്ച അതേ പാക്കറ്റുകൾ തന്നെയാണ് ആ ട്രോളിയിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ അതെല്ലാം നമ്മൾ കാശ് കൊടുത്ത് കൊണ്ടുപോരുന്നത്. അതിനിടയിൽ അവിടെ ഒരു മാറ്റം സംഭവിച്ചാലോ? വന്യമായൊരു സാഹചര്യമാണ് ഞാൻ പറയുന്നത് എന്നാവും നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവുക. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഡ്രഗ് ചെയ്യപ്പെട്ട ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് ഞാൻ ഈ വിഷയം തുറന്നു പറയുന്നത്. അപ്പോഴങ്ങനെ സംഭവിക്കാം, അല്ലേ? നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് ഒരാൾ ഡ്രഗ് ചെയ്താൽ നമ്മൾ എങ്ങനെയാണ് അറിയുക? നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഫിൽറ്റേർഡ് വാട്ടർ ഓരോ ക്യാനായി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് ഡ്രഗ് ചെയ്താൽ നമ്മളെങ്ങനെ അറിയും? ഇന്നൊരു വാർത്ത കണ്ടിരുന്നു. കാക്കനാട് ഒരു ഫ്ലാറ്റിലെ ടാങ്കിലെ വെള്ളത്തിൽ നിന്നും 300ഓളം ആളുകൾക്ക് അസുഖം ബാധിച്ചു എന്ന്. അതൊക്കെ സ്വാഭാവികമായും സംഭവിക്കുന്ന വിഷയങ്ങളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന AC, നമ്മുടെ കാർ, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്ന തിയേറ്റർ, മാൾ എന്നിവ. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഡ്രഗ് ചെയ്യാൻ ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ അതിനു പറ്റിയ സാഹചര്യമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോഴും നമ്മളെല്ലാം ചിന്തിക്കുന്നൊരു വിഷയമുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക? ഇതെല്ലാം കോൺസ്പിറസി തിയറി മാത്രമല്ലേ എന്ന്. അങ്ങനെ ചിന്തിക്കാൻ ഒരേ ഒരു കാരണമുണ്ട്. വൈ മീ? എന്തിന് എന്നെ ഇങ്ങനെ ഡ്രഗ് ചെയ്തു എന്നതുകൊണ്ട് അവർക്ക് എന്താണ് നേട്ടം എന്ന ചിന്ത. പലപ്പോഴും ബാങ്ക് ഫ്രോഡ് അവയർനെസ് വരുമ്പോൾ നമ്മളിൽ പലരും ഇത്തരം തമാശകൾ പറയാറുണ്ട്. പല്ലിയും പാറ്റയും മുട്ടയിട്ട് കിടക്കുന്ന എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ് എന്ന്. ഇതേ ചിന്താഗതി തന്നെയാണ് ഇവിടെയും. എന്നാൽ ഇവിടെ ഒരൽപ്പം വ്യത്യസ്തമാണ് വിഷയം. റീനയെ ഇൻ്റർവ്യൂ ചെയ്ത ആങ്കർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചു എന്നതുകൊണ്ട് അവർക്ക് എന്താണ് നേട്ടമെന്ന്. അതിന് കൃത്യമായൊരു മറുപടി പറയാൻ റീനയ്ക്കും സാധിക്കുന്നില്ല. ഇവിടെ അതിന് കൃത്യമായൊരു മറുപടി എനിക്കും പറയാൻ സാധിക്കില്ല. പക്ഷെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന വെള്ള എലി ഉണ്ടല്ലോ, ആ എലിക്കറിയുമോ അതിൻ്റെ ജോലി എന്താണെന്ന്? ഏതാണ്ട് അതുപോലെ തന്നെ നമ്മളറിയാതെ നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ജോലിയാണെങ്കിൽ ഇത്. നിങ്ങൾ തനിച്ച് ഒരു സ്ഥലത്തിരിക്കുകയാണ് എന്ന് കരുതുക. പെട്ടെന്ന് നിങ്ങളുടെ ചെവിയിൽ ഒരു കമാൻഡ് കേൾക്കുന്നു. നിങ്ങൾ ചുറ്റും നോക്കി ആരെയും കാണാനില്ല. ഇതിനെയാണ് V2S അഥവാ വോയിസ് ടു സ്കൾ എന്ന സാഹചര്യമായി പലരും വിശദീകരിക്കുന്നത്. ചില പ്രത്യേക ഉപകരണങ്ങളിലൂടെ നമ്മുടെ തലച്ചോറിലേക്ക് ആരൊക്കെയോ അയക്കുന്ന സന്ദേശങ്ങളാണ് നമുക്കങ്ങനെ കേൾക്കാൻ സാധിക്കുന്നത് എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ഈ ഒരു അവസ്ഥയുമായി നിങ്ങളൊരു ഡോക്ടറെ ചെന്ന് കണ്ടു എന്നിരിക്കുക. സ്വാഭാവികമായും ആ ഡോക്ടർ കാണുന്നത് ഒരു മാനസിക രോഗിയായിരിക്കും നിങ്ങളെ, അല്ലേ? അങ്ങനെ ടെക്നിക്കലി ഇങ്ങനൊരു സാഹചര്യമുണ്ട് എങ്കിൽ ആർക്കും ആരെയും ഒരു മാനസിക രോഗിയാക്കി മാറ്റാനും സാധിക്കുമെന്നല്ലേ ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 7ൽ കൂടുതൽ ആളുകളാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്നോട് പങ്കുവച്ചത്. അതിനർത്ഥം അതിലും എത്രയോ ഇരട്ടി പുറത്തുണ്ട് എന്നല്ലേ. അവർ വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ തലച്ചോറിൻ്റെ പാറ്റേൺ ഫിംഗർ പ്രിൻറ്റ് പോലെയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തം. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് വെച്ച് ലോക്ക് ചെയ്ത ഒരു ഉപകരണം മറ്റൊരു ഫിംഗർ പ്രിൻ്റ് വെച്ച് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതുപോലെ ഒരു വലിയ ആൾക്കൂട്ടത്തിലാണ് എങ്കിലും ചില ഫ്രീക്വൻസികൾ അതുമായി പെയർ ചെയ്യപ്പെട്ട തലച്ചോറിലേക്ക് മാത്രമേ ഡൗൺലോഡ് ആവുകയുള്ളൂ.
അതുകൊണ്ട് തന്നെ ചിലത് നമ്മൾ മാത്രമേ കേൾക്കുകയുള്ളൂ എന്ന്. നിങ്ങൾക്കിഷ്ടമുള്ളൊരു ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ പോകുമ്പോൾ അത് കഴിക്കണ്ട എന്ന് ചെവിയിൽ ഒരാൾ വന്ന് പറഞ്ഞാലോ? എന്നിട്ടും നിങ്ങളത് കഴിക്കുകയാണ് എങ്കിൽ നിങ്ങളെ ഛർദ്ദിപ്പിച്ചാലോ? നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെവിയിൽ വരുന്ന ഒരു ശബ്ദം നിങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാലോ? ഈ പറയുന്നത് ഒരു സിനിമാ കഥയല്ല. ഇന്ന് നമ്മുടെ കേരളത്തിൽ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്തവർ ഒരുപാടാണ്. ഇതെന്ത് ടെക്നോളജിയാണ് എന്നെനിക്കറിയില്ല, പക്ഷേ ഇത് കാരണം ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്ന ഒരമ്മയെയും കുഞ്ഞിനെയും എനിക്കറിയാം. ഞാനടക്കമുള്ള ഒരുപാട് തെറാപ്പിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനുള്ളിലേക്ക് കൃത്യമായി അവർ അനുഭവിക്കുന്ന വിഷയങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നാളെ എന്തെങ്കിലും ഈ ഡാറ്റ അവർക്ക് ഉപകാരപ്പെട്ടേക്കാം എന്ന പ്രതീക്ഷയോടുകൂടി. റീന സ്വയം ഒരു TI ആണെന്നാണ് അവകാശപ്പെടുന്നത്, ഒരു ടാർഗറ്റഡ് ഇൻഡിവിജ്വൽ. അമേരിക്കയിൽ പലയിടങ്ങളിലും 5Gയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ നടന്നിരുന്നു. അതായത് ജനങ്ങളെ ഗവൺമെൻറ് ഒരു ടാർഗറ്റഡ് ഇൻഡിവിജ്വൽസ് ആക്കി മാറ്റുകയാണ് എന്നൊരു മൂവ്മെൻറ്റ്. 1973 CIA നിർത്തലാക്കി എന്ന് പറയുന്ന പ്രൊജക്ട് MK അൾട്ര ഇന്നും അവർ പരീക്ഷിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരിൽ ഒരു വലിയ ശതമാനം ജനങ്ങളുണ്ട്. അങ്ങനെ നിർത്തലാക്കി എന്ന് പറയപ്പെടുന്ന എന്നാൽ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങളിൽ ഒന്ന് മാത്രമാണ് MK അൾട്ര. മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെ ശത്രുവിനെ ഇല്ലാതാക്കുക എന്നത് മാത്രമല്ല, ശത്രുവിനെതിരെ പുതിയൊരു ആയുധം സൃഷ്ടിക്കുക എന്നതുകൂടി ഉദ്ദേശിക്കപ്പെടുന്നു. മനുഷ്യരെ വെല്ലുന്ന AI റോബോട്ടുകൾ ഇന്ന് നിലവിലുണ്ട്. മനുഷ്യരെ തന്നെ പ്രോഗ്രാം ചെയ്ത് റോബോട്ടുകളാക്കി മാറ്റുന്നതിൻ്റെ ഒരു തുടക്കം മാത്രമാണെങ്കിലോ ഇത്. മറുനാടൻ മലയാളിയിലൂടെ പ്രത്യക്ഷപ്പെട്ട റീനയ്ക്ക് കാണിക്കാൻ തെളിവുകളൊന്നും തന്നെയില്ല. ഈ പറയുന്ന അനുഭവസ്ഥർക്കൊന്നും കൃത്യമായ തെളിവുകൾ അവരുടെ കയ്യിലില്ല. അത്തരം തെളിവുകൾ നമ്മെ സംബന്ധിച്ച് വെറും കോൺസ്പിറസി തിയറി മാത്രമാണ്. നമുക്ക് ചുറ്റും അകാരണമായ ഒരുപാട് ആത്മഹത്യകൾ സംഭവിച്ചിട്ടുണ്ട്. കണ്ടെത്താൻ സാധിക്കാത്ത തിരോധാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? അനുഭവസ്ഥരോട് എനിക്ക് പറയാൻ ഒരേയൊരു വിഷയം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് തമാശയോ ഭ്രാന്തോ കോൺസ്പിറസി തിയറിയോ മാത്രമായിരിക്കും. അവരും അത്തരം അനുഭവങ്ങൾ അനുഭവിക്കുന്നതുവരെ.